പരിശുദ്ധ ദൈവമാതാവേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്കും ലോകത്തിനും മുഴുവനും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. തിരുസഭയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ജപമാല മാസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന വിവിധങ്ങളായ നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്തുകൊണ്ടും അമ്മ അനുഭവിച്ച പീഡാസഹനങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ടും ഒരു കുടുംബജീവിതത്തിൽ അമ്മ കടന്നുപോയ എല്ലാ സംഘർഷങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭയിലും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ വലിയ മാധ്യസ്ഥത്തിനായി ഈ വലിയ ശുശ്രൂഷകളെയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായി നിത്യസഹായം മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചിയെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞ് വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചിയെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞ് വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായി നിത്യസഹായം മാതാവെന്നും കൂടെ വന്നു. മാതാവെന്നും കൂടെ വന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, എന്നും കൂടെ ആയിരിക്കുന്ന നിത്യസഹായമായിരിക്കുന്ന അമ്മയുടെ പക്കലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഇന്ന് വിശുദ്ധ ശമയോൻ്റെയും വിശുദ്ധ യൂദാത്ത ദേവൂസിൻ്റെയും തിരുനാള് സഭയിൽ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് അപ്പസ്തോലന്മാരുടെ സ്ലീഹന്മാരുടെ പ്രത്യേക മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സഭയിലെല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം, തിരുവചനം ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും
ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന രണ്ട് രംഗങ്ങളുണ്ട്. ഒന്ന്, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയും മറ്റേതാനും സ്ത്രീകളും ഈശോയുടെ പ്രിയ ശിഷ്യനായ യോഹന്നാനും. അതിനുശേഷം ഈശോയുടെ മരണത്തിൻ്റെ സമയമാണ് നമ്മൾ കാണുന്നത്. തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ച് ഈശോ തൻ്റെ കുരിശിലെ മരണം പൂർണ്ണമായിട്ടും പിതാവിന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം ഏറ്റവും വലിയ ഒരു ഭാഗം പൂർത്തിയാക്കുന്ന സമയം, കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ സ്വയം തൻ്റെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന, അവൻ്റെ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുന്ന രംഗം. ഈ രണ്ട് രംഗങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വലിയ ഒരു സംഭവമുണ്ട്. ഒന്ന്, പരിശുദ്ധ അമ്മ ഈ സഹനവും പീഡാസഹനത്തിൻ്റെ വഴികളിലൂടെ നടന്ന് കുരിശിൻ്റെ അരികെ അമ്മയുണ്ടായിരുന്നു. തൻ്റെ പുത്രൻ്റെ മരണത്തിൻ്റെ സമയത്ത് മറ്റുള്ളവരെല്ലാം ദൂരേക്ക് മാറി നിന്നപ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ നിന്നത് പരിശുദ്ധ അമ്മയാണ്. പുത്രൻ്റെ മരണം നേരിട്ട് കാണുന്ന ഒരമ്മയുടെ സങ്കടം. ഇതാണ് ശമയോൻ ദീർഘദർശി പ്രവചിച്ചത്, ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടക്കും. അപ്പോൾ ഈ പ്രവചനം കേട്ട മാത്രയിൽ അമ്മ സങ്കടപ്പെടുന്നുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അമ്മയ്ക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ അമ്മ അനുഭവിക്കുന്ന സമയമാണ് ഈ പുത്രൻ്റെ മരണം കുരിശിൽ കാണുക, അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. ഒരമ്മയുടെ ഇത്രമാത്രം വേദന അതുണ്ട്. ഒരു കുടുംബത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ ഒരു മകൻ്റെ മരണം ഈ അമ്മയ്ക്ക് അനുഭവിക്കുന്ന വേദന. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അഞ്ചാമത്തെ വ്യാകുലമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് തിരുസഭ മാറ്റിവെച്ചിരിക്കുന്നത് ഈശോയുടെ കുരിശിലെ മരണമാണ്. ഒരുപാട് സഹനങ്ങൾ ചേർത്തെടുക്കുന്നവരുടെ, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിച്ചവർ. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഒരു ധ്യാന വിഷയമാക്കുന്നത്, ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി കടന്നു പോയിട്ടുണ്ട് മരണത്തിലൂടെ. അത് രോഗമായിട്ടും അപകടമായിട്ടും ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ തന്നെ സ്വയം ജീവനൊടുക്കിയതും പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ജീവിതത്തിൽ വലിയൊരു സങ്കടമോ ഏതെങ്കിലും ഭാരങ്ങളോ വന്നപ്പോൾ ജീവിക്കാൻ തന്നെ ഉള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയി സ്വയം ജീവനൊടുക്കിയവർ. ഇവരുടെ എല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങളുടെ, ചെറിയ കുട്ടികളുടെ മരണം, അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ, ചില അപകടങ്ങളൊക്കെ സംഭവിച്ച ശേഷം പെട്ടെന്ന് ഉറ്റവരുടെ മരണം മൂലം വേദനിക്കുന്നവരെ നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരുപാട് കുടുംബങ്ങളിൽ പ്രകാരമുള്ള വേദനിക്കുന്ന ഓർമ്മകളുണ്ട്. ഇന്നും അതിൽ നിന്ന് മുക്തി പ്രാപിക്കാത്ത ആളുകളുണ്ട്. നമ്മൾ ഈശോയുടെ മരണത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മ അനുഭവിച്ച വലിയൊരു പീഡയുണ്ട്. ഇവിടെ അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ചില മരണ വീടുകളിൽ ചെല്ലുമ്പോൾ, ചില മരണം നടന്ന ശേഷമുള്ള ചില വീടുകൾ സന്ദർശിക്കാൻ ഇടവകളിലൊക്കെ ആയിരിക്കുമ്പോൾ ചെന്നു കഴിയുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകളില്ല. അകാലത്തിൽ മരണമടഞ്ഞു പോയ മക്കൾ, ജീവിത പങ്കാളി, ചിലപ്പോൾ എങ്ങും കുഞ്ഞുങ്ങളെ എങ്ങും എത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ. ഇത് പ്രത്യേകമായിട്ട് ഈ ജപമാല രാജ്ഞിയുടെ എന്ന ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ സഭ മുഴുവൻ, ലോകം മുഴുവൻ പ്രാർത്ഥിക്കേണ്ടതും വലിയ പിന്തുണ നൽകേണ്ടതും ഒരുപാട് ആശ്വാസമായിട്ട് നമ്മൾ കടന്നു ചെല്ലേണ്ടത് ചില വീടുകളാണിത്. അവരുടെ ദുഃഖങ്ങളെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക്, കുരിശൻ ചുവട്ടിലേക്ക് കാഴ്ചവെക്കാം. ഇന്നേ ദിവസം ഇപ്രകാരം പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിക്കുന്ന എല്ലാ വ്യക്തികളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പുത്രന് വലിയ ധൈര്യം കൊടുക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യം ഒരുപക്ഷെ അമ്മ അതുപോലെ ഭാരപ്പെടുമ്പോഴും ആ മരണസമയത്ത് തൻ്റെ അമ്മ ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ട് എന്ന് കാണുന്ന പുത്രൻ്റെ ഒരാനന്ദം. കാരണം മരണം അവൻ സ്വീകരിക്കേണ്ടതാണ്. ഈശോയുടെ മരണം അത് അനിവാര്യമാണ്, അത് സംഭവിക്കേണ്ടതാണ്. അതാണ് ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോകും, പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും,
ഞാൻ കുരിശിൽ തറയ്ക്കപ്പെടും. അപ്പം അത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതിനെയാണ് പത്രോസ് സമയത്ത് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത്, ഗുരു അത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രിയപ്പെട്ടവർ മരിക്കും, അല്ലെങ്കിൽ ഉടൻ തന്നെ മരണത്തിലേക്ക് പോകും എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് നമ്മൾ പറയും, ഇനി അധികം നാളൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ പറയാതെ എന്ന് പറയും. ഇങ്ങനെ അറം പറ്റുന്ന വാക്കുകൾ പറയാതെ, അങ്ങനെ മരിക്കുമെന്നൊക്കെ പറയാതെ. കാരണം ആർക്കും അത് ഒരു മരണത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമുണ്ടാകും എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെങ്കിലും ആരും അത് അംഗീകരിക്കാൻ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടൻ ഞങ്ങളത് വേർപിരിയുമെന്ന്. ഇപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണസമയത്ത്, അതൊരു ഈസ്റ്ററിൻ്റെ അന്നാണ് മരിക്കുന്നത്, മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നൊരു സമയം. അപ്പോൾ ആശുപത്രിയിൽ ഞാൻ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ സീരിയസ് ആണെന്നറിഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഈ ആശുപത്രിയിൽ വെച്ച് ഇവൻ്റെ മരണത്തിൻ്റെ സമയത്ത് വെന്റിലേറ്ററൊക്കെ മാറ്റേണ്ട ആ ഒരു സമയം ആരും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അച്ഛാ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലത്, ഇനി ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞു, ഇനി ഹൃദയത്തിൻ്റെ ചെറിയൊരു മിടിപ്പ് മാത്രമേ ഉള്ളൂ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? കാരണം അതിലെ ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ മഞ്ഞപ്പിത്തം വന്ന് ബാധിച്ച് അത് ഒരു അവസ്ഥയിലെത്തിയിരിക്കുക. ഇന്നും ആ കുടുംബത്തിൻ്റെ സങ്കടവും വേർപെടലുമൊക്കെ വേദനാജനകമാണെങ്കിലും അത് പെട്ടെന്ന് ഈശോയുടെ സന്നിധിയിൽ അത് ഓർക്കുമ്പോൾ ആരും അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പറയുന്ന ബന്ധുക്കളും അല്ലെങ്കിൽ ജീവിത പങ്കാളിയും ഒക്കെ പറയുന്നൊരു കാര്യം ഇതാണ്, വെന്റിലേറ്റർ എടുത്തു മാറ്റണ്ട, അവിടെ കിടക്കട്ടെ, എങ്ങാനും ദൈവം ജീവൻ തിരിച്ചു തന്നാലോ. ഇനി അങ്ങനെയാണെങ്കിലും ജീവനോടെ ഉണ്ട്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, വീട്ടിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു വേർപെടുക എന്ന് പറയുന്ന ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരു സമയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അനുഭവിക്കുന്നവരിൽ അവിടെ പുത്രനുണ്ട്. തൻ്റെ ജീവൻ വേർപെടുന്ന സമയത്തും തൻ്റെ അമ്മയെ, കുരിശിൻ്റെ ചുവട്ടിൽ താഴെ നിൽക്കുന്ന അമ്മയെ. ഈ അമ്മയുടെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മരിയവാൾത്തോർത്തയുടെ പുസ്തകത്തിലും അല്ലെങ്കിൽ പല വിശുദ്ധർക്കും വെളിപ്പെടുന്ന ചില കാര്യത്തിൽ എന്താണ്, പുത്രൻ്റെ കൺപോളകളിൽ മുഴുവൻ രക്തം ഇങ്ങനെ കട്ട പിടിച്ച് ഉണങ്ങിയിരിക്കുന്ന സമയം. മുൾക്കിരീടം ചാർത്തിയിട്ട് അത് കണ്ണുകളിലൂടെ അവൻ്റെ നെറ്റിയിലൂടെ ഒഴുകി കണ്ണുകളിലെല്ലാം രക്തം ഇങ്ങനെ കൂടിയിട്ട് അത് ഉണങ്ങിയിരിക്കുന്ന സമയം. അമ്മയെ കാണാൻ തൻ്റെ പുത്രൻ കണ്ണുകൾ തുറക്കുന്നത് പോലും അവർ വിശദീകരിക്കുകയാണ് വളരെ വേദനാജനകമായിട്ട്. കാരണം എന്താണ്, ആ കൺപോളകളിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിൻ്റെ കട്ടകൾ അതിങ്ങനെ പൊളിച്ചു മാറ്റിയ ശേഷമാണ് പുത്രൻ ഈശോ അമ്മയെ നോക്കുന്നത്. അപ്പോൾ അത് കാണുന്ന അമ്മയുടെ ഹൃദയം നുറുങ്ങുന്നൊരു വേദന. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ചില സഹനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ ഒരു അമ്മയും ആ പുത്രനും അനുഭവിച്ചൊരു വേദന, മനുഷ്യനായി അവതരിച്ച ക്രിസ്തു, ഈ ദൈവകുമാരൻ്റെ അമ്മയായി തീർന്ന പരിശുദ്ധ അമ്മ കടന്നുപോയ വേദനകൾ. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാനാവാത്ത ഒരു സങ്കടങ്ങളും നമ്മുടെ കുടുംബങ്ങളിലില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, ആ മരണത്തിനോടനുബന്ധമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ, ഒറ്റപ്പെടലുകൾ, ആ ഇന്നും വിട്ടുകൊടുക്കാൻ പറ്റാത്ത മരണത്തിൻ്റെ ഓർമ്മകൾ, അത് പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമുക്ക് കാഴ്ചവെക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പക്കലേക്ക് നമുക്കിന്ന് നമ്മുടെ ഈ സങ്കടങ്ങളും ഈ വിലാപവും വേദനയും ഇന്നും ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളും നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, അപ്രകാരം പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ജപമാല രാജ്ഞി അമ്മ മാതാവേ, അമ്മ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് ഞങ്ങളിന്ന് വേദനയോടെ പ്രാർത്ഥനയോടെ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു. ദൈവജനനിയാം നാദേ, എരിതിയിൽ നീറാത്ത മുൾപടർപ്പേ, ദൈവജനനിയാം നാദേ, എരിതിയിൽ നീറാത്ത മുൾപടർപ്പേ, കാവലായി തീരണേ എന്നാത്മാവിൽ, കൺമഷമെല്ലാം കഴുകണമേ, കാവലായി തീരണേ എന്നാത്മാവിൽ, കൺമഷമെല്ലാം കഴുകണമേ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി.
സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. പരിശുദ്ധ ദൈവമാതാവേ, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ അമ്മ എന്നെല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലണമേ. അപ്രകാരമുള്ള വ്യക്തികളെല്ലാം ഈ സമയം ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയിൽ നിന്ന് വലിയൊരു ആശ്വാസം ലഭിക്കാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വന്തമായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വചനം പറയുന്നില്ലേ, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായി നൽകട്ടെ. അമ്മയുടെ കരങ്ങളിലേക്ക് ഇപ്രകാരം വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മ ഏറ്റെടുക്കും അവരെ. കാരണം യോഹന്നാനെ തൻ്റെ പ്രിയപ്പെട്ട മകനെ പോലെ അമ്മ വാത്സല്യബോധം പിന്നീട് കാത്തു സൂക്ഷിക്കുകയാണ്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പൂർത്തീകരിക്കുന്നതും ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വിവരിച്ച സുവിശേഷ ഭാഗങ്ങളുമൊക്കെ എഴുതിയ യോഹന്നാൻ എപ്പോഴും പറയുകയാണ്, അവൻ സ്നേഹമാ, അവൻ സ്നേഹമാ. കാരണം അവൻ സ്നേഹം മുഴുവൻ നിറഞ്ഞ ഒരമ്മയെ അവന് സ്വന്തമായി ലഭിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രകാരം വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും സ്നേഹത്തിൻ്റെ സ്വാന്തനമായി ഈ പരിശുദ്ധ ദൈവമാതാവ് കടന്നു വരട്ടെ. ഈ അമ്മയുടെ വലിയ വാത്സല്യം നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലും ഇപ്രകാരമുള്ള നൊമ്പരം നൽകുന്ന ഓർമ്മകളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയായിട്ട് അത് വലിയൊരു ആശ്വാസമായി തീരട്ടെ. 69-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു രംഗം പല കുടുംബങ്ങളിലുള്ളതാണ്. ഈ ദീനരോധനങ്ങൾ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു, കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി, കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവരും എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ടെന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഇതെല്ലാമാണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് അമ്മയും പുത്രനുമൊക്കെ അനുഭവിക്കുന്നത്. കാരണം കൂടാതെ ആക്രമിക്കുന്നവർ, നുണ കൊണ്ട് അവനെ നശിപ്പിക്കുന്നവർ, പലതരത്തിൽ ആക്രമണങ്ങൾ ഏറ്റെടുക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഈ സമാനമായ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലാണ്, നമ്മുടെ സഭയിലുണ്ട്. വൈദികരും സമർപ്പിതരും ഒക്കെയുണ്ട്. നിന്ദാവമാനങ്ങളേറ്റ് ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് മരണപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവർ, ഇനി ഒരു പുറം ലോകത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അപമാനം നേരിട്ടവർ. അപ്പോൾ ഒരു തരത്തിൽപ്പെട്ട മരണം തന്നെയാണ് അവരുടെ മരണവും. ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് പുത്രനെ നഷ്ടപ്പെടുന്ന പോലെ തന്നെ വേറൊരു തരത്തിൽ തന്നെയാണ് ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട അവസ്ഥയിൽ ഈ അപമാനമേറ്റു മരിച്ചവർ. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറഞ്ഞത്, മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്, കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി എന്താണ് പറഞ്ഞത്? സഹോദരനെ ഭോഷ, വിധിക്കുന്നവൻ, സഹോദരനെ അപമാനിക്കുന്നവനും അവനെ കൊല്ലുകയാണ്, അവനെ വീണ്ടും അവനെ കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഇന്ന് ഈശോയുടെ മരണത്തിന് സമാനമായ രീതിയിൽ നമ്മളൊക്കെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇന്ന് ഈ ജപമാല രാജ്ഞിയുടെ ഈ ശുശ്രൂഷയുടെ സമയത്തൊക്കെ നമുക്ക് മാപ്പ് ചോദിച്ച് നല്ലൊരു അനുതാപത്തിലേക്ക് കടന്നു വരണം. കാരണം കൂടാതെ ഇന്ന് പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നവർ, പ്രിയപ്പെട്ടവരുടെ മരണമാണ് നമ്മൾ പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാനാവാത്തവർ ഒരുപാട് കുടുംബങ്ങൾ. ഇപ്പം ഞാനൊക്കെ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ കണ്ടിട്ടുണ്ട് ചില അനുഭവങ്ങൾ. പെട്ടെന്ന് പഠനത്തിൻ്റെ സമയത്തിൽ മാതാപിതാക്കൾ ആരെങ്കിലും മരിക്കുന്നു. ഏകദേശം വീട്ടിൽ അമ്മ അപ്പച്ചനും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ. പെട്ടെന്ന് അമ്മ മരിക്കുക. പിന്നീട് തിരിച്ച് സെമിനാരിൽ വന്ന ശേഷം അതുവരെ വളരെ കളിച്ചും ചിരിച്ചും കളിക്കളങ്ങളിലൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന, ക്ലാസ് മുറികളിലൊക്കെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നിരുന്ന ഞങ്ങളുടെ സഹപാഠി പെട്ടെന്ന് ഇങ്ങനെ മിണ്ടാതെ, ആരോടും മിണ്ടാതെ മുറിക്കുള്ളിലും ക്ലാസ് മുറികളിലും ദേവാലയത്തിലും മാത്രം കഴിച്ചു കൂടുന്നു. കളിക്കാൻ പോകാനൊന്നും ഉത്സാഹമില്ല, എല്ലായിടത്തും ഒറ്റപ്പെട്ട് നടക്കുന്നു. ആരെല്ലാം ആശ്വസിപ്പിച്ചിട്ട് ഈ അമ്മയുടെ മരണം ഉൾക്കൊള്ളാനാവാതെ ഈ സെമിനാരി വിദ്യാർത്ഥി ഞങ്ങളുടെ ഒരു സഹപാഠി ജീവിക്കുകയാണ്. ആ സമയത്ത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലുണ്ടായിരുന്ന പ്രായം ചെന്ന ഒരമ്മ
2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ കാണുകയാണ്. വളരെ സന്തോഷവാനായി വീണ്ടും ഓടിച്ചാടി കളിക്കളങ്ങളിലേക്ക് പഴയതുപോലെ ഉത്സാഹത്തോടെ വരുന്നു. ഫുട്ബോൾ കോർട്ടിലും വോളിബോൾ കോർട്ടിലും എല്ലാ കോർട്ടിലും നിറസാന്നിധ്യമായി മാറുന്നു. ഭക്ഷണമേശകളിലൊക്കെ പഴയതുപോലെ തമാശ പറഞ്ഞ് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. അമ്മയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പം സാരയില്ല, അമ്മ ഈശോയുടെ പക്കലേക്ക് പോയില്ലേ, ഇനി ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാകില്ലല്ലോ, അപ്പച്ചൻ എന്ത് വിചാരിക്കും, ഞാനല്ലേ ഇനി ധൈര്യപ്പെടുത്തി, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവനോട് വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, എന്താണ് ഈ മാറ്റത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. അപ്പോൾ ഈ സെമിനാരി വിദ്യാർത്ഥി ഞങ്ങളുടെ സഹപാഠി പറയുകയാണ്, ഇന്നും അദ്ദേഹം വൈദികനാണ് ഒരു രൂപതയിൽ. ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുന്നു അറിഞ്ഞ ആ സെമിനാരിയിലെ ഒരു പ്രായം ചെന്ന അമ്മ, ലൈബ്രറിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ അമ്മ എന്നെ ഒരു ദിവസം പറഞ്ഞു, ബ്രദറെ, ഞാനൊരു സ്ഥലത്തേക്ക് മോനെ കൂട്ടിക്കൊണ്ടു പോകാം, മോൻ ഇനി സങ്കടപ്പെടേണ്ടി വരില്ല. അപ്പം ഞങ്ങൾ കൗതുകത്തോട് ചോദിച്ചു, എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അപ്പോൾ അവൻ പറയാണ്, ബാലുവ സെൻറ്റ് ജോസഫ് സെമിനാരിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിൽ. അവിടെ കൊണ്ടുപോയിട്ട് ആ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഈ സിസ്റ്റർ എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. കുറച്ച് സമയം ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയ ശേഷം ഈ അമ്മയുടെ തിരുസ്വരൂപത്തെ കൈകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോൻ ഇനി സങ്കടപ്പെടരുത്, മോൻ്റെ അമ്മ പോയെങ്കിലും ഈ അമ്മ ഇനി എന്നും മോൻ്റെ അമ്മയായിരിക്കും. ഈ അമ്മ ഒരിക്കലും മോനെ ഉപേക്ഷിക്കില്ല. ഈ അമ്മ എപ്പോഴും മോൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. മോൻ അതുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിക്കാതെ, ഈ അമ്മയോട് സംസാരിക്കാതെ, ഈ അമ്മയോട് നിൻ്റെ സന്തോഷങ്ങളും നിൻ്റെ ദുഃഖങ്ങളും നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളും പറയാതെ മോൻ ഒരു ദിവസം പോലും കടന്നു പോകരുത്. കാരണം നിൻ്റെ വീട്ടിലുള്ള അമ്മ നിന്നെ എന്നും കാണാൻ വരുമോ? ഇല്ല. വീട്ടിലുള്ള അമ്മയുടെ അടുത്ത് എപ്പോഴും നിനക്ക് പോകാൻ പറ്റുമോ? വൈദികനായി കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് എവിടേക്കാണ് നിന്നെ അയക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെയെല്ലാം വരാനായിട്ട് നിൻ്റെ അമ്മയ്ക്ക് സാധിക്കില്ല. പക്ഷേ ഈ അമ്മ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. മോൻ ബലി അർപ്പിക്കുമ്പോഴും ആ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് ഈ അമ്മയുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഞങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണ്, ഈ സിസ്റ്റർ അമ്മ പറഞ്ഞു കൊടുത്തു. ഒരുപാട് സമയം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആ ചാപ്പലിൽ വെച്ച് അമ്മ പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി മോനെ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. മോൻ ഇനി പൊക്കോ, മോന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറയുക. അവൻ പറയാണ്, അന്ന് ഞാൻ വന്ന് കിടന്നുറങ്ങി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അമ്മ മരിച്ചതിൻ്റെ വേദനകളൊക്കെ മറന്ന് ഒരു വലിയ വിശ്രമത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നന്നായിട്ട് ഞാൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് ചെല്ലുമ്പോഴും പിന്നെ ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പതുക്കെ ആ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കും. അപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ തോന്നും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുമ്പോൾ, ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ പോകുന്നവർക്കറിയാം, എവിടെ പോകുമ്പോഴും നടുക്ക് ഈ ചാപ്പലുണ്ട്. ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ ചാപ്പലിൻ്റെ ഒന്നെങ്കിൽ അതിനെ മുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൂടെയോ അതിൻ്റെ മുൻവശത്തൂടെയോ പുറകുവശത്തൂടെയൊക്കെ ഏത് സ്ഥലത്തേക്കും പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സെമിനാരി വിദ്യാർത്ഥി പറയാണ്, ഞാൻ എപ്പോഴും ഈ അമ്മയുടെ അടുക്ക് പോയി നിൽക്കും, ഈ അമ്മയോട് സംസാരിക്കും, ഈ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന പോലത്തെ ഒരു അനുഭവം. പിന്നെ കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് ഇന്ന് സജീവമായിട്ട് വളരെ മനോഹരമായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇന്ന് സഭയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടപ്പെട്ടവർക്ക് എവിടെയാണ് ഒരു ആശ്വാസം കണ്ടെത്തുക? ഇപ്രകാരം വേദനയിലേക്ക് പോകുന്നവർ, എല്ലാ രീതിയിലും തകർക്കപ്പെട്ടവർക്ക് എവിടെയാണ് ഒരു ആശ്വാസമുള്ളത്? അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയാണ്. ഈ അമ്മ ഉപേക്ഷിക്കാത്തൊരമ്മ, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള ചൊല്ലുമ്പോൾ ഈ അമ്മ നമ്മുടെ കൂടെ വരുന്നൊരമ്മ, എപ്പോഴും തൻ്റെ മക്കളോടൊപ്പമായിരിക്കുന്നൊരമ്മ. ഈ അമ്മ, അതാണ് കാനായിലെ കല്യാണ വിരുന്നിലും എവിടെയെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, എവിടെയെല്ലാം ഒറ്റപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം കുരിശുമരണത്തിന് സമാനമായ വേദനകളിലോ കടന്നു പോകുന്നുണ്ടോ, അവിടെ ഈ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈ അമ്മയെ മുറുകെ പിടിക്കുക. ഈ ജപമാല കരങ്ങളിലെടുത്ത് ഈ ജപമാല ഭക്തിയോടെ ചൊല്ലിത്തുടങ്ങുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ അമ്മ നമ്മുടെ സമീപത്തുണ്ട്. അതാണ് പറഞ്ഞത്, നിന്റെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും നിന്റെ ഭാരങ്ങളും ഇനി പാപത്തിൽ വീണു പൊക്കോട്ടെ. പാപാവസ്ഥയിലേക്ക് വീണുപോയ ഒരു വ്യക്തിയോട് പോലും പരിശുദ്ധ അമ്മ അനേകം വിശുദ്ധരോട് പറഞ്ഞെന്താ, നീ ചെളി പുരണ്ടിരിക്കുമ്പോൾ ഓടിക്കരഞ്ഞുകൊണ്ട് വരുന്നത് എവിടെയാണ്? കൊച്ചുകുട്ടികൾ അമ്മയുടെ പക്കലേക്കാണ്. അപ്പോൾ അമ്മ ചെളി പുരണ്ട കുഞ്ഞിനെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, ആ ചെളി പുരണ്ട കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി അവനെ വീണ്ടും കുളിപ്പിച്ച് വളരെ ഭംഗിയുള്ളവനാക്കിയിട്ട് അമ്മ വീണ്ടും മിടുമിടുക്കനാക്കി മാറ്റുകയാണ്. അപ്പം അതുകൊണ്ട് പാപത്തിൽ വീണ ചെളിക്കുഴിയിലാണെങ്കിൽ പോലും ഈ അമ്മയുടെ പക്കലേക്ക് വരിക. അതുകൊണ്ട് നിന്റെ ദുഃഖങ്ങളോ ഭാരങ്ങളോ നീ അതിൻ്റെ പേരിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്നോ ആത്മീയതയിൽ നിന്നോ മാറിപ്പോയോ, പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് അണയാം. ഈ അമ്മ, ആ പുത്രനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക്, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം വേദന അനുഭവിക്കുന്നവരുടെ
ദുഃഖവും ഭാരവും അറിയാം. ആ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കൈകളിൽ താങ്ങിയോളല്ലോ, നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹ തെളിനീരു നൽകാ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, നിന്റെ പകർച്ചയിലാശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് സൽക്രിയയായിട്ട്, പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ മരണം, വേർപാട്, പ്രിയപ്പെട്ടവരെ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും നഷ്ടപ്പെട്ടവരുടെ വേദനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കൊക്കെ ആശ്വാസമാകാൻ പ്രത്യേകമായിട്ട് പരിശുദ്ധ രാജ്ഞി എന്ന ആ പ്രാർത്ഥന ഒരു 3 തവണ ചൊല്ലി പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. സുഹൃത്ത് ജപമായി കഠിന വേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കാം. കഠിന വേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയും കഠിന വേദന അനുഭവിച്ചവളാ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എത്രയോ സന്തോഷകരമാണ്. താബോർ മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്നത് കണ്ട പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം ഈശോയോട് എന്താണ് കാണുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഇതാ: ഗുരു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലതാ. നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായിക്ക്, ഒന്ന് മോശയ്ക്ക്. കാരണം അവരെന്താണ് പറയുന്നിടത്തില്ല. കാരണം കർത്താവിൻ്റെ പ്രഭ കണ്ടപ്പോൾ, കർത്താവ് രൂപാന്തരപ്പെടുന്നത് കണ്ടപ്പോൾ ആ വലിയൊരു ആനന്ദത്തിൽ ഈ ശിഷ്യന്മാർ കമിഴ്ന്നു വീണ് വലിയ സന്തോഷത്തോടും എന്നാൽ ഭയത്തോടും കൂടി അവരവിടുത്തെ ആരാധിക്കുകയാണ്. ഈ പരിശുദ്ധ കുർബാനയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ, ഒരപ്പത്തിൻ്റെ രൂപത്തിലേക്ക് അവിടുന്ന് രൂപാന്തരപ്പെട്ടിരിക്കുമ്പോഴും ഞങ്ങൾക്കും അവിടുത്തെ വലിയ മഹത്വം കാണാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഇത് ജീവിക്കുന്ന ഈശോയാകുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജീവിക്കുന്ന ഈശോ തന്നെയാണെന്ന് തിരിച്ചറിയാൻ തക്ക വിധം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച, ഞങ്ങൾക്ക് വേണ്ടി പെസഹ ബലിയുടെ സമയത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ രക്തം, ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട കാൽവരി മലയുടെ മുകളിൽ കർത്താവേ, ആ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയ ആ തമ്പുരാൻ, അത് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പെസഹ രാത്രിയിൽ ഞാൻ നിങ്ങൾക്കുള്ള ജീവൻ നൽകുന്ന അപ്പമായിരിക്കുമെന്ന് പറഞ്ഞത് ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും എല്ലാം പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഇതിനെ ആരാധിക്കുന്നവൻ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെയാണ് വസിക്കുന്നത്. അത് കാണുവാൻ, അത് കൺകുളിർക്കെ കണ്ട്
രൂപാന്തരം പ്രാപിച്ച അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ട ദൈവത്തെ, സ്നേഹത്തെ നമുക്ക് ആസ്വദിക്കാം. ഇത് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരം തന്നെ, നമുക്ക് വേണ്ടി ആണിപ്പാടുകളാൽ പിടഞ്ഞു മരിച്ച ക്രിസ്തു തന്നെ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ തന്നെയാണ് ഈ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയെ നമുക്ക് ആരാധിക്കാം. ആ പരിശുദ്ധ പരമദിവ്യകാരുണ്യ സ്നേഹത്തെ എല്ലാം മറന്ന്, എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രിയപ്പെട്ടവരുടെ മരണവും വേർപാടും ഇതൊക്കെയാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. അവരെല്ലാം ഓരോ വ്യക്തികളെയും ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉറ്റവരുടെ ഉടയവരുടെ മരണം, വേദനകൾ എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒരു രൂപാന്തരീകരണം, ഒരു മറുരൂപം പ്രാപിക്കാൻ, മറ്റൊന്നായി തീരാൻ, നമ്മുടെ മാനസിക അവസ്ഥകളൊക്കെ മാറി ഒരാനന്ദത്തിലേക്ക് മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ. എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ, കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ. എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ. ഈശോയെ, എൻ്റെ ജീവനായി മാറിയത് കാൽവരി മലകളിൽ അങ്ങനിക്ക് വേണ്ടി രക്തം ചിന്തിയപ്പോഴും എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞപ്പോഴുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് മലമുകളിൽ കയറിയതും കുരിശുമരണം പ്രാപിച്ചതും പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ വ്യാകുലമായി എൻ്റെ മരണം അമ്മ കണ്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെയാണെങ്കിലും അതാണ് എൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. ഞാനിന്ന് ജീവനോടെ ആയിരിക്കുന്നതും എൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി തീരുന്നതും എൻ്റെ കുരിശിലെ മരണമാണ്, ആ കാൽവരിയിലെ നിന്റെ ത്യാഗവും സഹനവുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു ഈശോയെ. മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി, മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി, മരക്കുരിശുമായി നാഥൻ മലമുകൾ ഏറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി. എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ, എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടോ നീ. എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ.
അതിപരിശുദ്ധമായ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഈശോയെ അവിടുത്തെ പക്കലേക്ക് ഞങ്ങളെല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. പുത്രവിയോഗം, ജീവിത പങ്കാളിയുടെ വേർപാട്, പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ വേർപാട്, മാതാപിതാക്കൾ, അകാലത്തിൽ വേർപിരിഞ്ഞവരുടെ ദുഃഖങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഞങ്ങളിന്ന് സമർപ്പിക്കുന്നൊരു ദിവസമാണല്ലോ. അവരിലേക്കെല്ലാം ഒരു ആശ്വാസം നൽകേണ്ടത് ഇന്ന് മുതൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടണം. അമ്മ അവർക്കെല്ലാം അമ്മയായിത്തീരണം. അമ്മയുടെ സ്നേഹവും സ്വാന്തനവും ഓരോരുത്തരും അനുഭവിക്കണം. പുത്രനായ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, പ്രകാരമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തുടർന്ന് കരങ്ങൾ ഉയർത്തുക. അവരെയാണ് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ ചേർത്ത് വയ്ക്കുക. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകം ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മറ്റ് നിയോഗങ്ങളുണ്ട്. ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ശുശ്രൂഷയിൽ കഴിഞ്ഞ 27 ദിവസങ്ങളായി കടന്നുപോയവരുടെ നിയോഗങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിൽ, ഓരോ പ്രാർത്ഥനയിൽ, ഈ ശാലോമിലെ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലെല്ലാം ഇവരുടെ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണല്ലോ. ഈ ജപമാല സഖ്യത്തിനോട് ചേർന്ന് വിവിധ നിയോഗങ്ങൾ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണല്ലോ. ഇന്ന് വിശുദ്ധ ശമയോന്റെയും വിശുദ്ധ യൂദാ തദേവൂസിൻ്റെയും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂദാ തദേവൂസ്, വിശുദ്ധ യൂദാ തദേവൂസെ, ഈ ദൈവമക്കൾ ഈ ആരാധനയിലും ജപമാല രാജ്ഞിയുടെ ഈ ശുശ്രൂഷയിലും സമർപ്പിച്ചിരിക്കുന്ന വിവിധ നിയോഗങ്ങൾ, അസാധ്യമെന്ന് ലോകത്തിന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവസന്നിധിയിലേക്ക് വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥം വഴിയായി എല്ലാ അസാധ്യ കാര്യങ്ങളും, പ്രിയപ്പെട്ടവരുടെ മരണം, വേർപാട്, അതിനുശേഷം ഈ ദുഃഖവും ദുരിതങ്ങളും മാറ്റാൻ പറ്റാതെ ലീയ ഒറ്റയ്ക്കായി തടവറക്കൊള്ളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പോലെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയരെ എല്ലാം ഈശോയെ സമയത്ത് അവരുടെ ഹൃദയം ജ്വലിപ്പിക്കണമേ, പ്രത്യാശ നൽകണമേ. കർത്താവ് കൂടെയുണ്ടെന്നും പരിശുദ്ധ അമ്മ അവരുടെ അമ്മയായി എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം നൽകിക്കൊണ്ട് അമ്മ മാതാവേ അവരുടെ ജീവിതങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കണമേ, അവരെ വീണ്ടും ശക്തിപ്പെടുത്തണമേ. അപ്രകാരമുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. കരങ്ങളടിച്ച് യേശുവേ ആരാധിച്ച് ഒരാത്മാവിൽ ഒരു ആനന്ദം നിറയാൻ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. റോമ 8:24 എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തീരുമാനിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും തിന്മയാണെന്ന് തോന്നിയതും തകർച്ചയാണെന്ന് തോന്നിയതും എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. വലിയൊരു ധൈര്യവും കൃപയും നിറയാൻ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ, നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ, യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ. 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 നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ, യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ. കരങ്ങളടിച്ച് ഈശോയെ ആരാധിച്ച്, എൻ്റെ ദൈവം എൻ്റെ സങ്കടങ്ങളുടെ സമയങ്ങളിൽ എന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, എപ്പോഴും എന്നെ കാത്തുസൂക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടും ദുഃഖങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അമ്മ എന്നെ കൈവിടാതെ കാത്തുസൂക്ഷിക്കും. നമ്മൾ കേട്ടില്ലേ,
നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ, പ്രിയപ്പെട്ടവരൊക്കെ മരണമടയുമ്പോൾ ഈ അമ്മ നമുക്ക് അമ്മയായിത്തീരും. ഈ യോസേപ്പ് പിതാവ്, ഈ ഭൂമിയിലെ വളർത്തു പിതാവ് നമ്മുടെ അപ്പനായിത്തീരും. സ്വർഗത്തിന്റെ പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം, ഈ ത്രിയേക ദൈവം ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ, എൻ്റെ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. ആ സ്നേഹം നിറയാൻ പാടി പ്രാർത്ഥിക്കാം. കൂടെയിരിക്കും കൂരിരും താഴ്വരയിൽ, വിരുന്നൊരുക്കും വിജനമം വഴികളിലും. കൂടെയിരിക്കും കൂരിരും താഴ്വരയിൽ, വിരുന്നൊരുക്കും വിജനമം വഴികളിലും. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ചു. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ, ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. യേശു അവിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. 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 ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ, ആരാധിക്കുന്നേ യേശുവിനെ ഞങ്ങൾ, ഇരുകരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി വിളിക്കട്ടെ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ, ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവം ഈ ആരാധനയുടെ സമയത്ത് നൽകുന്ന ആശ്വാസം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ കടന്നുപോയ വലിയൊരു സങ്കടം, പുത്രൻ്റെ മരണം കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മ, പ്രിയപ്പെട്ടവരുടെ വേർപാട് അനുഭവിച്ചതിൻ്റെ ഭാരം, പ്രകാരം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളും ഈ സമയം കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. മറ്റുള്ളവർ ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്രകാരം വേദനിക്കുന്നവർ. ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയിൽ നിന്നുള്ള ആശ്വാസം, കരയുന്നവർ, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ, ഒറ്റയാക്കപ്പെട്ടതിൻ്റെ
പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടാകുക വലിയ നഷ്ടനഷ്ടങ്ങൾ. പ്രകാരമുള്ള വേദനകളിൽ കഴിയുന്നവർക്കെല്ലാം ആശ്വാസം നൽകാൻ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ സമയം ശക്തി ഒഴുകട്ടെ. ഈ സമയം ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ കൃപകൾ ഒഴുകട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ. തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈശോ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ, ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ, അവർക്കെല്ലാം വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ, അവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ. ഈ സമയം അപ്രകാരമുള്ള ഹൃദയങ്ങളെ, വ്യക്തികളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യം, സ്വർഗത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരു മനഃശാസ്ത്രജ്ഞനോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മറ്റ് തെറാപ്പികളോ ഇതൊന്നുമല്ല. കർത്താവിന് സുഖപ്പെടുത്താനാവാത്ത വിധം ഒന്നുമില്ല. കർത്താവിന് കേൾക്കാനാവാത്ത വിധം ഒരു പ്രാർത്ഥനകളുമില്ല. കർത്താവിന് ചെയ്യാനാവാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഈശോയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഈശോയിലെ കുരിശുമരണം, കർത്താവിൻ്റെ പാർശ്വം വിളക്കപ്പെടുന്നതും കർത്താവിൻ്റെ മുറിവ് ഏൽക്കുന്ന ശരീരവും എല്ലാം നമ്മൾ കാണുകയാണ്. തമ്പുരാനിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ സ്നേഹത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം. വലിയൊരാശ്വാസം എല്ലാ വ്യക്തികളിലേക്കും ഈ സമയം നിറയട്ടെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകുന്നു ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകുന്നു ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ഈശോയെ, ഒരിക്കൽ കൂടി അവർ നൽകുന്ന ആശ്വാസത്തിന് നന്ദി പറയുന്നു. ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതാണ് ഈശോയെ, അവിടുന്ന് നൽകുന്ന ആശ്വാസം. അവിടുന്ന് നൽകുന്ന ആശ്വാസം മാത്രമാണ് ശാശ്വതമായത്. മറ്റാർക്കും ഞങ്ങളുടെ ഈ വേദനകൾ അറിയാൻ പറ്റില്ല. ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം അമ്മ വഴി പുത്രൻ ഏറ്റെടുക്കട്ടെ. ചില ഞങ്ങൾ പ്രാർത്ഥിച്ച ഇന്നത്തെ പ്രത്യേക മേഖലകൾ, ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ വേദനകൾ, നൊമ്പരങ്ങൾ കർത്താവ് ആശ്വസിപ്പിച്ചേ പറ്റുള്ളൂ. പ്രകാരം ഭാരത്താലും രോഗത്താലും പോകുവാനല്ല കർത്താവ് പറയുന്നത്. സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും എപ്പോഴും ആർപ്പുവിളികളോട് ആരവത്തോടെ സ്തുതിക്കുവാനും
പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ മക്കൾക്ക് സാധിക്കണം. ഇങ്ങനെയുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വേദനകളെല്ലാം വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ ഏറ്റെടുക്കും. ഈശോയുടെ കരം പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അമ്മയെ പ്രിയപ്പെട്ട അമ്മയായി സ്വീകരിക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ അമ്മയെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് സ്വീകരിക്കുമ്പോൾ ഈ അമ്മ മാതാവ് ഒരുപാട് ആശ്വാസവും ധൈര്യം നൽകും. നഷ്ടപ്പെട്ടു പോയ ആനന്ദവും നിരാശ കലർന്ന മുഖത്ത് പ്രത്യാശയും എല്ലാം ഈ അമ്മ നമുക്ക് നൽകും. നമുക്ക് അമ്മയോട് ചേർന്ന്, അമ്മയുടെ ഈ വ്യാകുലത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കാം. അവിടുത്തെ വലിയ കരുണ എല്ലാ കുടുംബങ്ങളിലേക്കും, കർത്താവ് നൽകുന്ന ആശ്വാസം എല്ലാ വ്യക്തി ജീവിതങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും നിറയുവാൻ, കവിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. ഏറെ വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ വേദനിച്ച് കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനായി പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന 3 തവണ ചൊല്ലി കാഴ്ചവെക്കാം. സുകൃതജപം. കഠിന വേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.